ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദ എക്കണോമിക് മെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു NCERT സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് ആദ്യം എടുത്തിരിക്കുന്നത് ക്ലാസ് 12ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ദ സിമ്പിൾ എക്കണോമി എന്നാണ് അല്ലേ. അതിനു മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. എക്കണോമിക്സ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എക്കണോമിക്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലാംഗ്വേജിൽ പറയാം, ഇറ്റ്സ് എ സബ്ജക്റ്റ്. എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അതായത് നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സും സയൻസും പോലെയുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ സബ്ജക്റ്റിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ തിയറീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ തിയറീസ് ഉണ്ട്, അതുപോലെ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുപോലെ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. ഇങ്ങനെ കുറേ കാൽക്കുലേഷൻസ്, പ്രിൻസിപ്പിൾസ്, തിയറീസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള തിയറികളാണ്, എന്തിനെക്കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ് ആണ്, എന്തിനെക്കുറിച്ചുള്ള കാൽക്കുലേഷൻസ് ആണ് ഈ എക്കണോമിക്സിലുള്ളത്, അതിലേക്ക് നമുക്ക് വരാം. അപ്പം എക്കണോമിക് സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി യൂസ് ലിമിറ്റഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ അൺലിമിറ്റഡ് വാണ്ട്. അതായത് ഇത് എന്തിനെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിനെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. ക്ലിയർ? അപ്പം എക്കണോമിക്സ് ആ തിയറി എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? ഒരു സൊസൈറ്റിയെക്കുറിച്ച് അല്ലേ, ഒരു സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് സൊസൈറ്റി? നമ്മൾ ഉൾപ്പെടുന്ന ഒരു ജനസമൂഹമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുണ്ട് അല്ലേ, പീപ്പിൾ എന്ന് നമ്മൾ ജനറലി പറയുമെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി മുതൽ വളരെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വരെ ഉൾപ്പെടുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബേബി മുതൽ കിഡ്സ് ഉണ്ട്, ബേബി കഴിഞ്ഞാൽ കിഡ്സ് എന്ന് പറയുന്നൊരു കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരുണ്ട്, പിന്നെ യങ് പീപ്പിളുണ്ട് അല്ലേ, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു കൂട്ടമാണെന്ന് പറയുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഈ ആളുകൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ബേബിയെ സംബന്ധിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണ്? അവർക്ക് വേണ്ട ചെറിയ ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മെഡിസിൻസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഹെൽത്ത് കെയർ, കൂടാതെ വാക്സിനേഷൻസ് അല്ലേ, ഇതെല്ലാം ഒരു ബേബിയെ സംബന്ധിച്ച് ആവശ്യം അല്ലേ. ഒരു കിഡ് കുറച്ചും കൂടെ വളർന്നൊരു മുതിർന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ 5-നും 10-നും അല്ലെങ്കിൽ 5-നും 15-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് എന്താ വേണ്ട? അവർക്ക് എഡ്യൂക്കേഷൻ വേണം അല്ലേ, അവർക്ക് ഹെൽത്ത് കെയർ വേണം, അവർക്ക് ഫുഡ് വേണം, ക്ലോത്തിങ് വേണം. യങ്സ്റ്റേഴ്സ് വന്നാലും അവർക്കും ഈ പറയുന്ന ആവശ്യങ്ങളുണ്ട്. അതുപോലെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. പിന്നെ ഓൾഡ് ഏജ് വരുമ്പോഴും അവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൊസൈറ്റിയിലെ ജനങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പല ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ഈ ആഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഈ വാണ്ട് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. കാരണം ഇന്നൊരു വാണ്ട് ഉണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ വാണ്ടെന്ന് പറയുന്ന കാറാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ലക്ഷറി കാറായിരിക്കും നമ്മുടെ വാണ്ടെന്ന് പറയുന്നത്. വാണ്ടെന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ ബൈ ഫൂട്ടാണ് നമ്മൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ നടന്നു പോയി ആണ് നമ്മളിത് സ്കൂളിൽ പഠിക്കുന്നത് എന്ന് വിചാരിക്കുക പണ്ട് കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പം അവർ പോകുന്നത് സ്കൂട്ടറിലാകാം. സ്കൂട്ടറിൽ പോകുന്നവർ നാളെ കാറിൽ പോകാം, ഇന്ന് സൈക്കിളിൽ പോകുന്നവർ നാളെ സ്കൂട്ടറിൽ പോകാം. അപ്പം വാണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വാണ്ട് ബിക്കം അൺലിമിറ്റഡ്. വാണ്ടെന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. അപ്പം ഈ സൊസൈറ്റിയിൽ ഈ സൊസൈറ്റിയിലെ ആളുകളുടെ അൺലിമിറ്റഡ് വാണ്ട്, അവരുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഈ വാണ്ട്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനാവശ്യമായ റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ് അല്ലേ. ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇവരുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ അവർക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് വേണം? ആ ഫുഡ് ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ട്? കാറ് വേണമെന്നുണ്ടെങ്കിൽ കാർ ഉണ്ടാക്കാൻ ആവശ്യമായ റിസോഴ്സസ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച്, റിസോഴ്സ് എപ്പോഴും ലിമിറ്റഡാണ്, കാരണം നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് റിസോഴ്സസ് തീർന്നുകൊണ്ടേയിരിക്കും. ബട്ട് വാണ്ട് അൺലിമിറ്റഡ് ആണ്. അതെപ്പോഴും എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റായിട്ട് ഓർത്ത് വെച്ചോണം.
അങ്ങനെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇക്കണോമിക്സ് ഈസ് എ സബ്ജക്റ്റ്, ഇറ്റ്സ് എ പ്രിൻസിപ്പിൾസ്. ക്ലിയർ? Every person in society requires numerous goods and services for daily life. However, no individual possesses everything they need. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി ഇന്ന് ജീവിച്ച് പോകണമെങ്കിൽ, ഒരു പെർ ഡേ ഒരാളുടെ ലൈഫ് തുടങ്ങി അത് ഉറങ്ങുന്നിടം വരെ തീരണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് അവർക്ക് ന്യൂമറസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആവശ്യമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് മുതൽ, ഇല്ലേ, നിങ്ങൾ ഫൈനലി നിങ്ങൾ എന്താ പറയുക, സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ബുക്കാണെങ്കിലും ബാഗാണെങ്കിലും യൂണിഫോം ആണെങ്കിൽ, സോ സ്കൂളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന എഡ്യൂക്കേഷൻ ആണെങ്കിലും, അങ്ങനെ നോക്കുമ്പോൾ ന്യൂമറസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ആവശ്യം, അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഇത്രയും സാധനങ്ങൾ വേണം, സേവനങ്ങൾ വേണം എന്ന ആവശ്യം, ദിസ് ക്രിയേറ്റ്സ് എ നീഡ് ഫോർ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ചോയ്സ് ആൻഡ് എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ആവശ്യം മുന്നിലുള്ളത് കൊണ്ട് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം, അതിന് കൃത്യമായിട്ട് പ്രൊഡക്ഷൻ നടക്കണം. ഇപ്പം ഒരാൾക്ക് ഫുഡ്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് ആഹാരം വേണമെന്നുണ്ടെങ്കിൽ ആഹാരത്തിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം, ഇല്ലേ? അതുപോലെ അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടണം, പണം ഉപയോഗിച്ചത് മാർക്കറ്റിൽ എത്തപ്പെടണം, പിന്നെ അത് ചോയ്സ് ഉണ്ടായിരിക്കണം, അവർക്ക് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയണം, ആൻഡ് എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ആ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിന് വേണ്ട റിസോഴ്സസ് പ്രോപ്പറായിട്ട് അലൊക്കേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പം ഇത്രയാണ് നമ്മൾ എന്തിൽ പഠിക്കേണ്ടത്, എക്കണോമിക്സിൽ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇത് പിന്നെയും കുറച്ചും കൂടെ തിയറി വരും, കാൽക്കുലേഷൻസ് വരും, പിന്നെ അതുപോലെ തന്നെ കുറേ പ്രിൻസിപ്പിൾസ് വരും, ഒക്കെ വരുമ്പോഴത്തേക്ക് സബ്ജക്റ്റ് കുറച്ചും കൂടെ വാസ്റ്റായി മാറും. സോ ഇതാണ് ബേസിക്കലി ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കിനി ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് നമുക്ക് നോക്കാം. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ്സ് ആർ ഫിസിക്കൽ ഓർ ടാഞ്ചിബിൾ ഐറ്റംസ് ദാറ്റ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള, ഓർ ഫിസിക്കൽ ഓർ ടാഞ്ചിബിൾ, അതായത് നമുക്ക് സ്പർശിക്കാൻ കഴിയണം, ഭൗതികമായിരിക്കണം, കാണാൻ പറ്റണം, തൊടാനും പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. ആ ഗുഡ്സിന് എന്തൊരു കപ്പാസിറ്റി ഉണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫുഡ് എന്താണ്, ടാഞ്ചിബിളാണ്, ഫിസിക്കലാണ്, സോ ഇറ്റ്സ് എ ഗുഡ്. ദെൻ ക്ലോത്ത്, ഹൗസ്, ബുക്സ്, ഫർണിച്ചർ, മൊബൈൽ ഫോൺസ്, ഇതെല്ലാം എന്താണ്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്, നമുക്ക് കാണാം, സ്പർശിക്കാം, ആൻഡ് ഹാവ് എ യൂട്ടിലിറ്റി. ഓക്കെ, അതിനൊരു ഉപയുക്തതയുണ്ട്. യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഉപഭോഗം നടക്കുന്നുണ്ട്, മനുഷ്യനൊരു പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട്, ഈ പറയുന്ന ഗുഡ്സിൽ നിന്ന്. ഓക്കെ, ദെൻ പ്രൊഡ്യൂസ്ഡ് യൂസിങ് റിസോഴ്സസ്. ഈ ഗുഡ്സിനെ നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്ത് വേണം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, റിസോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? നമുക്ക് സർവീസസ് എന്താണെന്ന് നോക്കാം. സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസ് ദാറ്റ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർവീസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സർവീസസ് എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് നമുക്ക് പറയാൻ പറ്റും ദർ ഇസ് സം സർവീസ് ഈസ് ഗോയിങ് ഓൺ, അവിടെ ഒരു സർവീസ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇല്ലേ? ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ എഡ്യൂക്കേഷൻ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അത് പല രീതിയിൽ നടക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ. അത് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, ത്രൂ യൂട്യൂബ് വഴി എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, ക്ലാസ് റൂമുകളിൽ നടക്കുന്നുണ്ട്, ഫോണിൽ കൂടി 1-to-1 കമ്മ്യൂണിക്കേഷനിലൂടെ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ ഈസ് എ സർവീസ്, ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസ്, ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ്, ഇതെല്ലാം എന്താണ്, സർവീസാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസാണ് ഈ സർവീസസ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ, കനോട്ട് ബി ടച്ച്ഡ്, നമുക്കൊരിക്കലും ഒരു സർവീസിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കൽ, ഭൗതികമല്ല, നമുക്ക് കാണാൻ കഴിയില്ല, നമുക്കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ പ്രൊവൈഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ്. സർവീസ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തികൾ ഫോം ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളോ ആയിരിക്കാം. ഹെൽപ്പ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരു സർവീസ് കൊടുക്കുന്നതിലൂടെ, പ്രോപ്പർ സർവീസ് നമ്മൾ
കിട്ടുന്നതിലൂടെ, അവൈൽ ആവുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതും സർവീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും കൃത്യമായിട്ട് നിർമ്മിക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് റിസോഴ്സസിനെ എങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ്? ക്ലിയർ അല്ലേ? ക്ലിയർ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ 2 കോൺസെപ്റ്റായിരുന്നു നമുക്ക് പറയാനുള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എക്കണോമിക്സിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് 2 കോൺസെപ്റ്റാണ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, അതുപോലെ തന്നെ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എപ്പോഴും നമ്മൾ എക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത് കാര്യമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്. ആവശ്യങ്ങളെന്നല്ല, ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ്. നമുക്ക് 2 കോൺസെപ്റ്റ് ഉണ്ട്, നീഡ് ആൻഡ് വാണ്ട്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, നീഡ് വാണ്ട്, 2 കോൺസെപ്റ്റാണ്. ഈ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് വിച്ച് വി കാൺ ലിവ്. അതായത് നീഡ് എന്ന് പറഞ്ഞ് നമ്മൾ നീഡ് നോക്കിയൊരു സാധനം ഐ നീഡ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംതിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു എക്സാം ആവുന്നു, എക്സാം വരുന്നു. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പരീക്ഷ വരുന്നു. ഓക്കെ, അയാൾ എന്ത് ചെയ്യുന്നു? പരീക്ഷ ഹാളിലെത്തുന്നു. ഓക്കെ, പരീക്ഷ ഹാളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കയ്യിൽ പേനയില്ല. ഓക്കെ, അപ്പം അയാൾ പറയുന്നു, അപ്പം പരീക്ഷ എഴുതാൻ പേന അത്യാവശ്യമാണ്. സോ ഐ നീഡ് എ പെൻ, എനിക്കൊരു പേന വേണം എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമാണ്, പേന കിട്ടിയേ പറ്റൂ, കാരണം പരീക്ഷ എഴുതണം. ഓക്കെ, ഇപ്പം പറയാണ്, ഐ വാണ്ട് എ പാർക്കർ പെൻ. ഓക്കെ, ഐ വാണ്ട് പാർക്കർ പെൻ, എനിക്ക് പാർക്കർ എന്ന് പറയുന്ന ബ്രാൻഡഡ് പെൻ എനിക്ക് വേണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് ആഗ്രഹവും. ഈ ഐ നീഡ് എ പെൻ, ഒരു പേന മതി, എനിക്കൊരു പേന വേണം, എന്തിലും എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റും എന്ന് പറയുന്നത് ആവശ്യവും. ഐ നീഡ് എ പാർക്കർ പെൻ എന്ന് പറയുന്നത് ആഗ്രഹവുമാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്? പാർക്കർ പെന്നില്ലാതെ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ പെന്നില്ലാതെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വിശക്കുമ്പോൾ ഐ നീഡ് ഫുഡ്, എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്നത് എൻ്റെ ആവശ്യമാണ്, കാരണം ഫുഡില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതേസമയം ഞാൻ പറയണം, എനിക്ക് വിശക്കുന്നു, എനിക്ക് ചിക്കൻ ബിരിയാണി വേണം എന്ന് പറയുന്ന ആഗ്രഹമാണ്. ചിക്കൻ ബിരിയാണി ഇല്ലെങ്കിലും എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. സോ ഇതാണ് നീഡ് ആൻഡ് വാണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്കണോമിക്സിൽ. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് വാണ്ട്സ് ആർ അൺലിമിറ്റഡ് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബിക്കോസ് പീപ്പിൾ കണ്ടിന്യൂസ്ലി ഡിസയർ മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഇംപ്രൂവ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. വെൻ വൺ വാണ്ട് ഈസ് ഫുൾഫിൽഡ്, ന്യൂ വാണ്ട്സ് എമേർജ്. ദെയർഫോർ ഹ്യൂമൻ വാണ്ട്സ് നെവർ കം ടു ആൻ എൻഡ്. അതായത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതായത് ഒരു വസ്തു കിട്ടി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടി കുറച്ചൊരു ബെറ്റർ ആഗ്രഹിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. ഇന്നിപ്പോൾ ഒരു 3 പേര്, ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, കുട്ടി, അല്ലെങ്കിൽ 2 കുട്ടികളെന്ന് പറയുന്ന ഒരു ഫാമിലി ഇന്ന് സ്കൂട്ടറിലാണ് അവർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ ഡിസയർ ഫോർ കാർ നെക്സ്റ്റ് ടൈം. അവരടുത്ത് ചിന്തിക്കുന്നത് 4 പേരുണ്ട്, ഇനി ഞങ്ങൾക്ക് കാർ വാങ്ങണം എന്നായിരിക്കും ചിന്തിക്കുന്നത്. സോ ഇറ്റ്സ് എ വാണ്ട്. സോ അതെന്ന് പറയുന്നത് എന്താണ്? അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടുത്തുക എന്നുള്ള ആഗ്രഹമാണ്. ഓക്കെ, അപ്പം ഒന്ന് ഫുൾഫിൽ ചെയ്യുമ്പം അടുത്തതിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? സോ ഹ്യൂമൻ വാണ്ട്സ് നെവർ കം ടു ആൻ എൻഡ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തില്ല. In economics, this creates the fundamental problem of scarcity as resources are limited while wants are endless. ഓക്കെ, അവിടെയാണ് എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉദിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ റിസോഴ്സ് ലിമിറ്റഡ് എന്ന് വെച്ചാൽ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ റിസോഴ്സ് നമ്മൾ എത്ര എടുക്കുന്നു അതനുസരിച്ച് അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മളുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, കാരണം റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കൊണ്ട് വേണമല്ലോ നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ. റിസോഴ്സസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ടാലിയാക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
റിസോഴ്സ് വളരെ കുറവാണ്, പക്ഷേ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഇതാണ് എക്കണോമിക്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊരു ഫണ്ടമെൻ്റൽ പ്രോബ്ലമാണ്, സ്കേഴ്സിറ്റിയുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലമാണ്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചേക്കും, നമുക്കറിയാം പെട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. മീൻസ് അത് തീർന്നുകൊണ്ടിരിക്കുക, നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മളുടെ കാറിൻ്റെ ഉപയോഗം, ടൂ വീലറിൻ്റെ ഉപയോഗം നമ്മൾ കൂടിക്കൊണ്ടിരിക്കും, പെട്രോളിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ ടാലിയാക്കാൻ പറ്റും? നമുക്ക് ആ എക്കണോമിക് പ്രോബ്ലം, നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? സോ ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി. ഇത് എക്കണോമിക്സിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഹ്യൂമൻ വാണ്ട്സ് ആർ ദ ഡിസയേഴ്സ് ഓർ നീഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോർ ഗുഡ്സ് ആർ സർവീസ് ദറ്റ് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി. അതായത് യൂട്ടിലിറ്റി തരുന്ന സാധനങ്ങളോടും സേവനങ്ങളോടും മനുഷ്യനുള്ള ആഗ്രഹങ്ങളിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ എന്താ പറയുന്നത്, വാണ്ടെന്ന് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പം നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്? എക്കണോമിക്സിലെ മറ്റൊരു കോൺസെപ്റ്റാണ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതായത് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് നമുക്കറിയാം റിസോഴ്സിൽ നിന്നാണ് ഫുഡ് ആൻഡ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതായത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് സ്കേഴ്സിറ്റി എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് സ്കേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവറി ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ഹാസ് ലിമിറ്റഡ് റിസോഴ്സസ് ബട്ട് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ആ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് ആണ്. അത് ഒരു പ്രദേശത്തെ സംബന്ധിച്ച്, ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് ആണ്, ഒരിക്കലും പൂർണ്ണമല്ല. അതിങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിനാണ് നമ്മൾ സ്കേഴ്സിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യത്തെ റിസോഴ്സസ് സ്കേഴ്സ് ആണെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു എക്കണോമിക് പ്രോബ്ലം തന്നെയാണ്. അതായത് ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എക്കണോമിക് പ്രോബ്ലം ആണ് എന്തെന്ന് പറയുന്നത്, റിസോഴ്സസിൻ്റെ ഒരു സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഓക്കെ, ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പെട്രോളിയം പ്രൊഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ പെട്രോളിയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സ് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ അല്ല, നമ്മുടെ രാജ്യത്തില്ല. ഉണ്ടെങ്കിൽ തന്നെയും വളരെ കുറവാണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, ആ റിസോഴ്സ് കുറവായതുകൊണ്ട് നമ്മളത് നമ്മുടെ രാജ്യത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റിസോഴ്സ് കുറവാണ്, അതുകൊണ്ട് വി ഹാവ് ടു ഇമ്പോർട്ട് ഫ്രം സം അതർ കൺട്രി. നമ്മൾ വേറെ രാജ്യത്ത് വന്നത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ റിസോഴ്സിന്റെ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു വലിയ എക്കണോമിക് പ്രോബ്ലം തന്നെയാണ്. ക്ലിയർ? അതാണ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ റിസോഴ്സ്? റിസോഴ്സസ് ആർ ഇൻപുട്ട് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദേ ഓൾസോ കോൾഡ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, എന്താണ് റിസോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസോഴ്സ് എന്ന് പറയുന്നത്. ആ റിസോഴ്സ് എപ്പോഴും സ്കേഴ്സ് ആണ്. ഇതിന് നമ്മൾ മറ്റൊരു പേരും പറയാറുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട 4 റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. ഈ 4 പ്രധാനപ്പെട്ട റിസോഴ്സസ് ആണ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന നാച്ചുറൽ റിസോഴ്സ് സച്ച് ആസ് ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ്, മിനറൽസ്. ഇതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ലാൻഡ് എന്ന് പറയുന്ന കാറ്റഗറി പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ്, മിനറൽസ്. സൺലൈറ്റ് ഈസ് ഓൾസോ ലാൻഡ്. സൺലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെ ഗണത്തിൽപ്പെടുത്തുന്നുണ്ട്? ലാൻഡ് എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ ഗണത്തിൽപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ലേബർ. ലേബർ എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അതായത് ഒരു വസ്തുവിന്റെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ട് ഓഫ് ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനെ നമ്മൾ ഒരു വസ്തുവിന്റെ പ്രൊഡക്ഷനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മെന്റൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ ഫിസിക്കൽ എഫേർട്ടിനെ അല്ലെങ്കിൽ മെന്റൽ എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേബർ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ലേബർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടീച്ചർ,
ഒരു ലേബറാണ്. ഓക്കെ, ഫാർമർ അല്ലേ, ഫാർമർ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, പിന്നെ മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഫാക്ടറി വർക്കേഴ്സ്, ഇവരെല്ലാം എന്താണ്, ലേബറാണ്. കാരണം ടീച്ചർ എന്ന് പറയുന്ന ആൾ അയാളുടെ സ്കില്ല് ഉപയോഗിക്കുന്നുണ്ട്, അയാളുടെ നോളജ് ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാർമർ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ എഫേർട്ടും മെന്റൽ എഫേർട്ടും കൊണ്ട് എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടേഴ്സ് അവരുടെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അറിവ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇതാണ് ലേബർ എന്ന് പറയുന്ന റിസോഴ്സ്. അപ്പൊ ലാൻഡ് റിസോഴ്സ് ഉണ്ട്, ലേബർ ഉണ്ട്. അടുത്ത ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് മാൻമെയ്ഡ് റിസോഴ്സസ് സച്ച് ആസ് മെഷീൻസ്, ടൂൾസ്, ബിൽഡിങ്സ് ആൻഡ് ഇക്വിപ്മെന്റ്. അതായത് നമുക്കൊരു വസ്തു നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാൻമെയ്ഡ് റിസോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ മെഷീൻസ്, നമ്മളിപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് ഒരു ക്യാപിറ്റലാണ്. ടൂൾസ്, അവിടെ ഉപയോഗിക്കുന്ന ചെറുത് മുതൽ വലിയ ടൂളുകൾ വരെ എന്താണ്, ഒരു ക്യാപിറ്റലാണ്. പിന്നെ ആ കമ്പനി വർക്ക് ചെയ്യുന്ന ബിൽഡിങ് ഇസ് എ ക്യാപിറ്റൽ. ക്ലിയർ. അടുത്തത് ഓണ്ടർപ്രണർഷിപ്പ്. ദ എബിലിറ്റി ടു ഓർഗനൈസ് റിസോഴ്സസ്, മേക്ക് ഡിസിഷൻസ്, ഇന്നോവേറ്റ് ആൻഡ് ബെയർ ബിസിനസ് റിസ്ക്. അതായത് ആരാണോ മുന്നിലേക്ക് വന്നുകൊണ്ട് ഈ ബിസിനസ് ഓർഗനൈസ് ചെയ്യുക, അതായത് ഈ ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യുക, അതായത് ലാൻഡ് കണ്ടുപിടിക്കുക, അവിടെ ഫിസിക്കൽ ക്യാപിറ്റൽ, അതായത് പണം കൊണ്ടുവന്ന് ബിൽഡിങ് കെട്ടി മെഷീനറി വാങ്ങിയിട്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആരാണോ ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ആ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത്, ആ ബിസിനസ്സിന്റെ റിസ്കുകൾ ഏറ്റെടുക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സംഘാടനം അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംരംഭകത്വം എന്ന് നമ്മൾ പറയും. സോ ഇതെന്ന് പറയുന്ന ഈ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ദ എബിലിറ്റി ടു ഓർഗനൈസ് റിസോഴ്സസ്, മേക്ക് ഡിസിഷൻസ്, ഇന്നോവേറ്റ് ആൻഡ് ബിയർ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ഐഡിയ കൊണ്ടുവന്നിട്ട് വലിയൊരു എന്താ പറയുന്ന ഈ റിസോഴ്സസിനെയൊക്കെ യൂസ് ചെയ്ത് ഗുഡ്സ് ആ സർവീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ഓണ്ടർപ്രണർഷിപ്പ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 4 റിസോഴ്സസ് എന്ന് പറയുന്നത്. ക്ലിയർ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം, എവറി ഇൻഡിവിജ്വൽ പോസസസ് ഡിഫറെന്റ് റിസോഴ്സസ്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഓൺ ഡിഫറെന്റ് കൈൻഡ് ഓഫ് റിസോഴ്സസ്. ഓരോ വ്യക്തികൾക്കും പൊസസ് ചെയ്യുന്ന പലതരം റിസോഴ്സുകളുണ്ട്. നമുക്കതൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു ഫാർമറെ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാട്ടെ, അവരുടെ റിസോഴ്സ് എന്തൊക്കെയാണ്, ലാൻഡ്, സീഡ്, ബുള്ളക്ക്, ലേബർ, ഇതൊക്കെയാണെന്ന് പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ച് അവരുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. ഒരു നെയ്ത്തുകാരനെ സംബന്ധിച്ച്, ഒരു വീവറിനെ സംബന്ധിച്ച് നൂല്, കോട്ടൺ, ആ വീവ് ചെയ്യുന്ന മെഷീൻ, അതായത് എന്താ പറയുക, തുന്നാൻ ഉപയോഗിക്കുന്ന ആ മെഷീൻസ്, നൂല്, ഇതൊക്കെയാണ് അവരെ കോട്ടൺ, ഇതൊക്കെയാണ് ഒരു വീവറിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത്. ടീച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോളജ്, അവരുടെ അറിവ്, അവർക്ക് പഠിപ്പിക്കാനുള്ള സ്കില്ല്, ഇതൊക്കെയാണ്. ലേബറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരുടെ തൊഴിൽ, അവർ കൊടുക്കുന്ന തൊഴിൽ, ഇതൊക്കെയാണ് അവരുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായ ഒരു സൊസൈറ്റിക്ക് ആവശ്യമായ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ പഠിച്ചു, പിന്നീട് എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ്, ഹ്യൂമൻ വാണ്ട്, അതുപോലെ തന്നെ റിസോഴ്സിനെ കുറിച്ച് പഠിച്ചു, റിസോഴ്സ് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് പഠിച്ചു. ഇപ്പം ഓരോ റിസോഴ്സുകൾ, ആരൊക്കെ ഏതൊക്കെ റിസോഴ്സുകളാണ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. പ്രധാനപ്പെട്ട ബിസിനസ് ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് നോക്കി കഴിഞ്ഞാൽ 3 പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ. 3 പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ. ഇത് ഓരോന്നും ഞാൻ പറയാം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്. അതായത് നമ്മളുടെ മനുഷ്യന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അഗ്രികൾച്ചർ, ഒരു ഫാർമർ കൃഷി ചെയ്ത് റൈസ് ഉണ്ടാക്കുന്നു, ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാക്ടറിയിൽ ഒരു ഓട്ടോമൊബൈൽ, ഉദാഹരണത്തിന് ഒരു കാർ, ഒരു ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇറ്റ്സ് പ്രൊഡക്ഷൻ. ക്ലിയർ. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ഈ പ്രൊഡ്യൂസ് ചെയ്ത അഗ്രികൾച്ചറിൽ നിന്ന് കൃഷി ചെയ്തെടുത്ത ആ യൂണിറ്റ്, ആ പ്രൊഡ്യൂസ് എന്താണോ, ഇപ്പൊ റൈസ് എങ്കിൽ റൈസ്, ഓക്കെ,
റൈസ് അത് ഒരു കൺസ്യൂമറിലേക്ക്, ഓക്കെ, അതായത് നമ്മൾ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടിയ, അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞു, പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടിയ ആ പ്രൊഡക്റ്റ് എന്താണോ അത് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ കൺസ്യൂമർ, ഓക്കെ, ഇൻ എക്സ്ചേഞ്ച് ഓഫ് മണി. ഓക്കെ, ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഫസ്റ്റ് പ്രൊഡക്ഷൻ, ദെൻ എക്സ്ചേഞ്ച്. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൺസംഷൻ ആണ്. നമ്മൾ ഇതിന് ഉപഭോഗം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനലി കൺസ്യൂമറിലെത്തിയ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു, അത് കൺസ്യൂം ചെയ്യുന്നു. അതായത് കൺസ്യൂമർ അത് ഉപയോഗിക്കുന്നു. ഓക്കെ, എന്നിട്ട് അവരുടെ നീഡ്സ് ആൻഡ് വാൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, ഉദാഹരണത്തിന് അരി വാങ്ങുന്നു, അരി വാങ്ങിയിട്ട് അതായത് അരി വാങ്ങിയിട്ട് പണം കൊടുക്കുന്നു, എന്നിട്ട് ഫൈനലി കൺസ്യൂമറിൽ എത്തിക്കഴിയുമ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, അയാളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഭക്ഷണം കഴിക്കുന്നു. ഇത്രയാണ് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്: പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ. ഓക്കെ, സോ എവ്രി എക്കണോമി റിവോൾവ്സ് അറൗണ്ട് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് ഉണ്ടാകുന്ന തകർച്ച എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഓരോ സ്റ്റെപ്പിലും അത് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ പ്രൊഡക്ഷനകത്ത് പ്രൊഡക്ഷൻ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ എണ്ണം കുറയും. എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, അതിന്റെ വില കൂടും. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വില കൂടുന്നു. വില കൂടുമ്പോൾ എല്ലാ കൺസ്യൂമറിനും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എല്ലാ കൺസ്യൂമറിനും ലഭിക്കാതെ വരുന്നു. ലഭിക്കാതെ വരുമ്പോൾ അവിടെ കൺസംഷൻ കുറയുന്നു. അതായത് കൂടുതൽ ആളുകൾക്ക് എത്തുന്നില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. സോ അത് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റ് പ്രശ്നങ്ങളായിരിക്കും. ഫാമിൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോകും. സോ എക്കണോമിയെ സംബന്ധിച്ച് ഈ 3 ആക്ടിവിറ്റിയും വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നടന്നു പോയെങ്കിൽ മാത്രമേ എക്കണോമി ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എക്കണോമി നേരിടുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പ്രധാനമായും 3 പ്രശ്നങ്ങളാണ് എക്കണോമി ഫേസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഇതാണ്. ഫസ്റ്റ് പ്രോബ്ലം, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് സാധനമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ പ്രോബ്ലമാണ് എക്കണോമി ഫേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഹൗ ആർ ദീസ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എങ്ങനെ വേണം ഈ സാധനങ്ങളും സേവനങ്ങളും അല്ലെങ്കിൽ ഈ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രോബ്ലം എന്തായിരുന്നു, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ 3 പ്രശ്നങ്ങളും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആ എക്കണോമി ഒരു ഗ്രോത്തിൽ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, നമുക്കിനി ആ 3 പ്രോബ്ലം നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, കാരണം since the resources available in an economy are limited, it is impossible to produce unlimited quantities of all goods and services. Therefore, every society must decide. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ രാജ്യം, നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് റിസോഴ്സസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, സ്കേഴ്സ് ആണ്. അതിങ്ങനെ നമ്മൾ എടുക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും എല്ലാ പ്രൊഡക്റ്റും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല, ഇല്ലേ? കാരണം നമുക്ക് ലിമിറ്റഡ് സാധനമേ ഉള്ളൂ. ഈ ലിമിറ്റഡ് സാധനം വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെ വേണം, അതായത് ഏതൊക്കെ സാധനങ്ങളാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ആദ്യം മനസ്സിലാക്കണം. സോ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ സൊസൈറ്റിക്ക് ഏത് പ്രോഡക്റ്റ് ആണ് കൊടുക്കേണ്ടത്. വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എന്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഹൗ മച്ച് ഓഫ് ഈച്ച് ഗുഡ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എന്നിട്ട് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം എന്ത് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചു, കൊടുക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. ഇനി അടുത്തത് നമ്മൾ എന്താണ്, അതിന് എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം എന്നും തീരുമാനിക്കാം. ഓക്കെ, ദ എക്കണോമി മസ്റ്റ് അലക്കേറ്റ് ഇറ്റ്സ് റിസോഴ്സ് ഇൻ എ വേ ദാറ്റ് ബെസ്റ്റ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ സൊസൈറ്റി. അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം വേണ്ട സാധനത്തെ തിരിച്ചറിയുക. എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് എത്ര ക്വാണ്ടിറ്റിക്ക് കൊടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം റിസോഴ്സസ് നമ്മൾ അവൈലബിൾ ആക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഉദാഹരണം ഞാൻ പറയുകയാണ്, ഇപ്പം ഇന്ത്യ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഓക്കെ, നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്കേഴ്സ് ആണ്, തീർന്നുകൊണ്ടിരിക്കുന്ന റിസോഴ്സ്. നമുക്ക് ഈ റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം മനസ്സിലാക്കുക, നമുക്കൊരു 10,000 ഒരു ഏകദേശം കണക്കാണ്, 10,000 കിലോ റൈസ് ഉൽപ്പാദിപ്പിക്കാനുള്ള റിസോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 1000 കാറ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമ്മുടെ റിസോഴ്സ് എന്തൊക്കെയാണ്? റിസോഴ്സ് ഉണ്ട്, അത് വെച്ച് 10,000 കിലോ അരി ഉൽപ്പാദിപ്പിക്കാം, 1000 കാർ ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെ സാഹചര്യം നമ്മൾ സ്റ്റക്കായി നിൽക്കുക. അപ്പൊ ഇതിനകത്ത് എന്താ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നമുക്കൊരിക്കലും റൈസ് അങ്ങ് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 1000 എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് കാറ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് കുറച്ച് പട്ടിണിയുണ്ട്, ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് നിൽപ്പുണ്ട്, ഫുഡിന്റെ സ്കേഴ്സിറ്റി ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതനുസരിച്ചിട്ട്, ആ ഫുഡ് സ്കേഴ്സിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, അതനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുന്നു. നമുക്ക് റൈസ് നമുക്ക് വേണ്ടതാണ്, നമ്മൾ തീരുമാനിക്കുന്നു. നമുക്ക് റൈസും ആവശ്യമുണ്ട്, നമുക്ക് കാറും ആവശ്യമുണ്ട്. സോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കും, രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് അതിന്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പട്ടിണിയാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൈസിന്റെ പ്രൊഡക്ഷൻ അങ്ങ് കൂട്ടും. അവിടെ പട്ടിണിയുള്ള രാജ്യത്ത് നമ്മൾ കാർ ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ തീരുമാനിച്ചു എന്താണ് കൊടുക്കേണ്ടത്? റൈസ് ആണ് കൊടുക്കേണ്ടത്. അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ അങ്ങ് കൂട്ടും. അതനുസരിച്ച് നമ്മൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റുന്നു. സോ അവിടെ നമ്മൾ തീരുമാനിക്കുന്നു എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അത് രാജ്യത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്ത് വികസനം ഉണ്ടാകും. അതേസമയം നിങ്ങൾ തിരിച്ചും ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ രാജ്യത്ത് ഭയങ്കരമായ പട്ടിണി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു 10,000 കാറ് നമ്മളങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. ഓക്കെ, അപ്പം ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്, നമ്മൾ കൊടുക്കുന്ന എന്താണ്? കാറാണ്. അവിടെ ആ എക്കണോമിക് പ്രോബ്ലം പേഴ്സിസ്റ്റ് ചെയ്യും. ആ പ്രോബ്ലം അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല, ജനങ്ങൾക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്നില്ല. അവിടെ നമ്മുടെ എക്കണോമി ഫെയിൽ ആവും. ക്ലിയർ? അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്? നമ്മൾ തീരുമാനിച്ച് എന്ത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ തീരുമാനിച്ച റൈസ് പ്രൊഡ്യൂസ് ചെയ്യുക, കാര്യം പട്ടിണിയാണ്. അപ്പം നമ്മൾ എന്താ തീരുമാനിക്കേണ്ടത്? ആഫ്റ്റർ ഡിസൈഡിങ് വാട്ട് ഗുഡ്സ് ആർ സർവീസസ് ടു പ്രൊഡ്യൂസ്, എവറി എക്കണോമി മസ്റ്റ് ഡിസൈഡ് ഹൗ ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്. എങ്ങനെ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാം? ഓക്കെ, അപ്പോൾ അതിന് എന്ത് ടെക്നിക്കുകൾ യൂസ് ചെയ്യാം? വിച്ച് പ്രൊഡക്ഷൻ ടെക്നിക് ഷുഡ് ബി യൂസ്ഡ്? ഹൗ മച്ച് ഓഫ് ഈച്ച് റിസോഴ്സ് ഷുഡ് ബി എംപ്ലോയിഡ്? നമുക്കറിയാവുന്ന റിസോഴ്സുകൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞത് എന്താണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണർഷിപ്പ്. ഈ റിസോഴ്സസുകളെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം? ഇപ്പം നമുക്ക് ലാൻഡ്, ഇപ്പം നമ്മൾ കൃഷി ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. കൃഷി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള അവൈലബിൾ ലാൻഡ് റിസോഴ്സസ് നോക്കുക. എത്രത്തോളം കൃഷിപ്പാടങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്? ഓക്കെ, എത്ര കൃഷിപ്പാടത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും? ഓക്കെ, അതുപോലെ വിച്ച് ടെക്നോളജി അഡോപ്റ്റഡ്, എന്ത് ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം? ഒരു ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ഉപയോഗിക്കാം, HYV സീഡ്സ്, ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഇറിഗേഷൻ മെക്കാനിസംസ്, പുതിയ ജലസേചന മാർഗങ്ങൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ കൂട്ടാം. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എഫിഷ്യൻ്റ്ലി ബൈ മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ടെക്നിക്കുകൾ, പല മെത്തേഡുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ദ മെത്തേഡ് ഹൗ ദീസ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ ഹൂം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ദിസ് എക്കണോമിക് പ്രോബ്ലം ഡീൽസ് വിത്ത് ഹൗ ദ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെന്റ് പീപ്പിൾ. ഓക്കെ, so since resources are scarce, it is impossible to satisfy everyone's want fully. Therefore every economy must decide who should receive the goods or services in what quantity. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എങ്ങനെ, ആർക്കൊക്കെയാണ് ഈ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ കൃത്യമായിട്ട് എത്തിക്കേണ്ടത്? ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഇനി നമുക്ക് എങ്ങനെ ആളുകളിലേക്ക് ഇത് എത്തിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക, ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ്
ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ ലോവർ ക്ലാസ്, ഇങ്ങനെ രണ്ട് ക്ലാസ് ഓഫ് പീപ്പിൾ ആണെന്ന് കരുതുക. ഇവിടെ മിഡിൽ ക്ലാസ് ഓഫ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഓപ്പൺ മാർക്കറ്റ് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റൈസ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വാങ്ങാൻ പറ്റും. അപ്പം അത്തരത്തിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതുപോലെ കൂടുതൽ ലോവർ ക്ലാസ് BPL പോവർട്ടി ലൈനിന് താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് PDS വഴി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, സോ ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനം ആരിലേക്ക് എങ്ങനെ എത്തിക്കാം, അല്ലെ ആർക്ക് ലഭിക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സോ ഹൂ ഗെറ്റ്സ് ദ ഗുഡ്സ് സർവീസ്, ആർക്കാണ് ഇത് കിട്ടുന്നത്? ഓക്കെ, അതുപോലെ ഹൂ ഗെറ്റ്സ് മോർ ആൻഡ് ഹൂ ഗെറ്റ്സ് ലെസ്, ആർക്ക് കൂടുതൽ കിട്ടുന്നു, ആർക്ക് കുറവ് കിട്ടുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഷുഡ് എവ്രി വൺ റിസീവ് എ മിനിമം ലെവൽ ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അതായത് എല്ലാവർക്കും ഒരു മിനിമം ലെവൽ ഓഫ് ഫുഡ് ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, ഷെൽട്ടർ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഷുഡ് ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ബി പ്രൊവൈഡ് ബൈ ദ ഗവൺമെന്റ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇവിടെ ഞാൻ റൈസിന്റെ കേസ് എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഈ അരി എന്ന് പറയുന്നത് എല്ലാ ആളുകളിലേക്കും മിനിമം ലെവലിൽ എത്തുന്നുണ്ടോ, അതോ ഒരു കൂട്ടം ആളുകൾക്ക് കിട്ടുന്നുണ്ട്, കുറച്ച് ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യമാണോ? അവിടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതേസമയം നമ്മൾ നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കോ, ഇതെല്ലാം പ്രോപ്പറായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല. അവിടെ നമ്മളുടെ എക്കണോമിക് പ്രോബ്ലം സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ട് ഈ 3 ചോദ്യങ്ങളാണ് ഒരു എക്കണോമിയുടെ ഒരു നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്ന 3 ചോദ്യങ്ങളാണ്. ഇതിനനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തെ എക്കണോമി വർക്ക് ചെയ്തു പോകുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എക്കണോമിക്സിനെ കുറിച്ച്, മൈക്രോ എക്കണോമിക്സിന്റെ തുടക്കമായിരുന്നു. എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ പഠിച്ചു, എക്കണോമി എന്താണെന്ന് മനസ്സിലാക്കി, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. അപ്പം ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് അറിയിക്കുക, കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഡൗട്ട് നമ്മളോട് ചോദിക്കുക. എല്ലാം നമുക്ക് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.